വേർപാടിന്റെ നൊമ്പരങ്ങളുമായി മൂന്നാം നാളും മലനാട്. വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ ചൂരൽമല, മുണ്ടക്കൈ ദുരന്ത മേഖലകളിൽ കാണാതായവർക്കുള്ള തെരച്ചിൽ തുടരുകയാണ്. പുതുതായി എത്തിച്ച യന്ത്രങ്ങൾ കൊണ്ടാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത്. ചൂരൽമലയിൽ സൈന്യം നിർമ്മിക്കുന്ന ബെയ്ലി പാലം പണി പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുത്തു. JCB ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് പാലത്തിലൂടെ കടന്നുപോകാൻ സാധിക്കും. കാണാതായവർക്കുള്ള തിരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മണ്ണിനടിയിൽ നിന്നും ചാലിയാർ പുഴയിൽ നിന്നും നിരവധി മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ലഭിച്ചതായി രക്ഷാപ്രവർത്തകർ വ്യക്തമാക്കി. പലതും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. മൃതദേഹം കിട്ടിയാൽ 3 മിനിറ്റിനകം തന്നെ പോസ്റ്റ്മോർട്ടം തുടങ്ങുന്നുണ്ടെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വ്യക്തമാക്കി. ഉരുൾപൊട്ടലുണ്ടായ ശേഷം 3 ദിവസങ്ങളിലായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ ജീവനോടെയുള്ള എല്ലാവരെയും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞതായി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗം വിലയിരുത്തി. ദുരന്തഭൂമിയിൽ 29 കുട്ടികളെയാണ് കാണാതായത്. ഇതിൽ 4 പേരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. ഇതോടെ മരണപ്പെട്ടവരുടെ എണ്ണം 283 ഉയർന്നു. വയനാട് കലക്ടറേറ്റിൽ നടന്ന സർവകക്ഷി യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി പിണറായി വിജയൻ ദുരന്ത സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ വിലയിരുത്തി. ബെയ്ലി പാലത്തിന്റെ നിർമ്മാണവും മറ്റും സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം വിലയിരുത്തിയിരുന്നു. ദുരന്തഭൂമിയിൽ ഇരയാക്കപ്പെട്ടവരെ സന്ദർശിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും ദുരന്തം നടന്ന സ്ഥലങ്ങളും ആശുപത്രിയിലും ക്യാമ്പിലുമായി കഴിയുന്നവരെയും ഇരുവരും സന്ദർശിച്ച് ആശ്വസിപ്പിച്ചു. ദുരിതബാധിതരോട് സംസാരിക്കാൻ പോലും കഴിയുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. അച്ഛൻ മരിച്ചപ്പോഴുണ്ടായ അതേ വേദന. ദുരന്തബാധിതരെ മറ്റൊരിടത്തേക്ക് മാറ്റിപ്പാർപ്പിക്കണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. I remember what I felt when my father died, and here people have not just lost a father, they've lost the whole family, entire family, brother, sister, mother, father. So I know what I felt, and this is much worse than that. And it's not one person who's feeling it, it's thousands of people who are feeling it. വയനാട് നടക്കുന്ന രക്ഷാപ്രവർത്തനത്തിലും കേരളത്തിന്റെ ഒരുമയിലും അഭിമാനമെന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. ദുരിതമനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടി മുന്നിട്ടിറങ്ങണം. ദുരിതങ്ങൾക്ക് ശാശ്വത പരിഹാരമാണ് വേണ്ടതെന്നും പ്രിയങ്ക ഗാന്ധി പറഞ്ഞു. വയനാട്ടിലേക്ക് സഹായഹസ്തവുമായി നിരവധി പേരാണ് എത്തുന്നത്. അഭിനേതാക്കളായ മമ്മൂട്ടി, മകൻ ദുൽഖർ സൽമാൻ, സൂര്യ, ജ്യോതിക, ഫഹദ്, രശ്മിക മന്ദാര തുടങ്ങി നിരവധി പേരാണ് സഹായം പ്രഖ്യാപിച്ചത്. അതേസമയം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുകയാണ്. തീവ്ര മുന്നറിയിപ്പിനെ തുടർന്ന് വിവിധ ജില്ലകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലയിൽ താമസിക്കുന്നവരും തീരദേശത്തുള്ളവരും അതീവ ജാഗ്രത പുലർത്തണമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകി. സംസ്ഥാനത്തെ പുഴകളിൽ ജലനിരപ്പ് ഉയരുന്നതിൽ നദീതീരത്ത് താമസിക്കുന്നവരും കർശനമായ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്.